ഹായ് ഓൾ. നമുക്ക് വെള്ളിയാഴ്ച മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞ ലെവലുകളൊക്കെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്തു എന്നല്ലേ നോക്കാം. നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ലെവൽ ഏതായിരുന്നു? 25,330 മുതൽ 25,300 വരെ. ആ ലെവലിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് വരും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. പക്ഷേ മാർക്കറ്റ് അതിലും താഴെയാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം എന്ത് ചെയ്തു? മാർക്കറ്റ് കുറച്ച് താഴേക്ക് വന്നു, 25,250 വരെ വന്നു. അതിനുശേഷം അത് ലെവൽ നമ്മൾ പറഞ്ഞിരുന്നു മുമ്പേ. അതിനുശേഷം അത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ആ മുകളിലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ എന്താക്കി? കോൾ ഓപ്ഷൻ്റെ പുട്ട് ഓപ്ഷൻ്റെ എത്ര സെല്ലേഴ്സ് ഉണ്ട്, ഓപ്ഷൻ സെല്ലേഴ്സ് ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ളതെന്ന് ഡാറ്റ ഞാൻ ഇട്ടിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോൾ മനസ്സിലാവും ആ സമയത്ത് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോകും, നമ്മൾ ലെവൽ വരെ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. പക്ഷേ വോയിസ് ഇട്ടിട്ടില്ല. തിങ്കൾ ചൊവ്വാഴ്ച മുതൽ കൃത്യമായ വോയിസും കൃത്യമായ രീതിയിൽ എങ്ങനെ ബൈ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ട് ഞാൻ ഇടാൻ വേണ്ടി തുടങ്ങും. കാരണം കുറച്ച് പരിപാടിയാണ് അതിന് മുമ്പ് ഒന്ന് അറേഞ്ച് ചെയ്യാണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത് കേട്ടോ. അപ്പോൾ തിങ്കൾ ചൊവ്വാഴ്ച മുതൽ ഞാൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോയി. കുറച്ച് അപ്പോൾ തന്നെ ഞാൻ ഡാറ്റ ഇട്ടിരുന്നു. ഓപ്ഷൻ്റെ അതായത് പുട്ട് ഓപ്ഷൻ്റെ സെല്ലേഴ്സ് കൂടുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് കുറച്ചൊന്ന് മുകളിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ അപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ലെവലുകൾ നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ ഡാറ്റ കണ്ടാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ നോക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആ ഡാറ്റ എങ്ങനെ അനാലിസ് ചെയ്യണം, അത് ഞാൻ പറഞ്ഞ മുമ്പിൽ പറഞ്ഞ കുറച്ച് ലെവലുകൾ ഉണ്ടാവില്ല. ആ ലെവലുകൾ വെച്ചിട്ട് ഞാൻ തരുന്ന ഡാറ്റയും വെച്ചിട്ട് എങ്ങനെ മാർക്കറ്റ് നോക്കി കാണണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഗ്രൂപ്പിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോയി കൃത്യമായി നമ്മൾ ലെവലിൽ എത്തിയതിന് ശേഷം ഇത് മാർക്കറ്റ് താഴേക്ക് വന്നു. പിന്നെ താഴേക്ക് പോയി നമുക്ക് 25,300 ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം അല്ലേ. ലെവൽ വെച്ചിട്ട് നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ 25,200 വരെയാണ് ഞാനൊരു ട്രേഡ് എടുത്തത്. അതിനുശേഷം പിന്നെയും താഴേക്ക് പോയിരുന്നു. ആ ട്രേഡ് എനിക്ക് കിട്ടിയില്ല. ചെറുതായിട്ട് പിന്നെയും ഒന്ന് താഴേക്ക്, അതായത് 25,150 വരെ പോയിരുന്നു. ഒരു 50 പോയിന്റും കൂടി വന്നിരുന്നു. ആ ട്രേഡ് എനിക്ക് കിട്ടി. ഞാൻ അവിടം വരെ ഞാൻ എൻ്റെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടാർഗറ്റിൽ ഞാൻ എക്സിറ്റ് ആവുക ചെയ്തത്. പിന്നെ മാർക്കറ്റ് നല്ലൊരു കൺസോൾട്ടേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയാണ് മാർക്കറ്റ് ഇന്നലെ വർക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കാം. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൃത്യമായി മറുപടി തരാൻ പറ്റും. ആർക്കൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലുകൾ മനസ്സിലാവാനായിട്ടാണോ, അതോ ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മൾ തരുന്ന ഡാറ്റയും ലെവലിൽ നമ്മൾ കോമിറ്റ് ചെയ്ത് നമുക്കിങ്ങനെ അനാലിസ് ചെയ്യാൻ പറ്റാത്തതാണോ, എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്ത നാളത്തെ അതായത് തിങ്കളാഴ്ചത്തെ ലെവലുകൾ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. വലിയ മാറ്റമൊന്നുമില്ല. മിനിയാന്ന് പറഞ്ഞ അതേ ലെവലുകളൊക്കെ തന്നെയാണ്. ഇപ്പോൾ 25 ഇന്നത്തെ ലോ ഉണ്ടല്ലോ, ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഒന്നവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ലോയിലേക്ക് കുറച്ച് സമയം നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് പിന്നെ 25,000 മുതൽ 24,950 വരെ പോകാൻ സാധ്യതയുണ്ട്. 25,000 മുതൽ 24,950 വരെ മൂവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് മാർക്കറ്റിനുണ്ട്. അതായത് ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ, അഥവാ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഇന്നത്തെ പോലെ തന്നെയാണ് മാർക്കറ്റ് ജസ്റ്റ് മുകളിലേക്ക് വന്നിട്ട് ഈ ലെവലിൽ, അതായത് ഇന്നത്തെ ലോ ലെവൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. അവിടെ ജസ്റ്റ് നമുക്കൊരു കൺസോൾട്ടേഷൻ തരും എന്തായാലും മാർക്കറ്റ്. ആ സമയത്ത് നമുക്കൊരു പി സൈഡിലേക്ക് നമുക്ക് ട്രേഡ് എടുക്കാം. അത് ഒരു 25,000 വരെ 24,950 വരെ പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അല്ല ഇനിയിപ്പോൾ ഈ ഇന്നത്തെ അവസാനത്തെ കൺസോൾട്ടേഷൻ, അതായത് 25,250 മുതൽ 25,150 വരെ, 25,150 മുതൽ 25,250, ആ 100 പോയിന്റിനുള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ തൽക്കാലം നിങ്ങളൊന്നും ചെയ്യേണ്ട. മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ട്രേഡ് എടുക്കാം. നമുക്ക് ആ ലെവലൊന്നും കൂടി ശ്രദ്ധിച്ചോളൂ. 25,150 മുതൽ, അതായത് ഇന്നത്തെ ലോ, വെള്ളിയാഴ്ചത്തെ ലോ, പിന്നെ 25,250, ആ ഒരു 100 പോയിന്റിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ കൃത്യമായി വെയിറ്റ് ചെയ്യുക. കൺസോൾട്ടേഷൻ ഉണ്ടാവും മാർക്കറ്റിൽ. അത് എങ്ങോട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് അത് കൺഫർമേഷൻ കിട്ടിയ ശേഷം നമുക്ക് ട്രേഡ് എടുക്കാം. അത് മുകളിലേക്കാണെങ്കിൽ 25,350 വരെ പോകാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. അതായത് ഇന്നലത്തെ ഹൈ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. 25,350 വരെ പോകാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഇത്രയും ലെവലുകളാണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ മുകളിലേക്ക് അപ്പ് സൈഡിലേക്ക് ലെവൽ വെച്ച് 25,350, പിന്നെ ഒരു 25,250, പിന്നെ വരുന്നത് 250, 230. ഞങ്ങൾ ലെവൽ കറക്റ്റ് കൊടുക്കാട്ടെ, നിങ്ങൾ നോക്കിക്കോളൂ. ഒരു 10 പോയിന്റ് അങ്ങോട്ട് ഒരു ബഫർ സോൺ വെച്ചോളൂ നിങ്ങൾ. 25,150, പിന്നെ 25,000. ഈ ലെവലുകളാണ് കാര്യമായിട്ടുള്ളത്. 25,000 25,950 വരെ ഉണ്ട്. 24,950 വരെ ഒരു 50 പോയിന്റ് ഉണ്ട്. അത് എന്തായാലും 25,000 ഒരു 950 വരെ മാർക്കറ്റ് സാധാരണ 50 പോയിന്റ് താഴേക്ക് പോകാറുണ്ട്. എന്നിട്ട് ശേഷം മുകളിലേക്ക് പോകാറുള്ളൂ സാധാരണ എല്ലാ പ്രാവശ്യം അങ്ങനെ കണ്ടുവരുന്നത്. അപ്പോൾ അത്രയും ലെവലുകളാണ് ഉള്ളത്. നമ്മൾ സ്റ്റാർട്ട് സൈഡിൽ കൊടുക്കാൻ നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ചോദിക്കാം. ആരും ചോദിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല. ആർക്കൊന്നും ഡൗട്ട് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്തുതരാം. ഓക്കെ, നമുക്ക് തിങ്കളാഴ്ച ട്രേഡ് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ.